ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂട്ടി ചേട്ടന്റെ വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ബസൂക്ക. വൻ താരനിര ഭാഗമായി 2023 ഷൂട്ടിംഗ് തുടങ്ങി പലവിധ കാരണങ്ങളാൽ ഷൂട്ടിംഗ് നീണ്ടുപോയി റീഷൂട്ട് അടക്കം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി വൻ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ആദ്യ ദിവസം നേരിടുത്ത സിനിമയാണല്ലോ. മെഗാസ്റ്റാറിന്റെ പൂണ്ടുവിളയാട്ടം എന്നതിലുപരി തുള്ളൽ പ്രകടനം, മിന്നൽ പ്രകടനം തുടങ്ങിയ അഭിപ്രായങ്ങൾ അവസാനത്തെ 30 മിനിറ്റിന് നേരിടുത്ത അതേ ബസൂക്ക എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ, കേരള കളക്ഷൻ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഇപ്പോഴത്തെ റിലീസ് ചെയ്ത് 2 മാസങ്ങൾക്ക് ഇപ്പുറം പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ വെർഡിക്റ്റ് അപ്ഡേറ്റും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. 13.55 കോടി രൂപയാണ് സിനിമയുടെ കേരള ഫൈനൽ ഗ്രോസ് കളക്ഷൻ. 5 കോടിയിൽ പരം രൂപയാണ് സിനിമയുടെ കേരള ഫൈനൽ തിയേറ്റർ ഷെയർ. അപ്പോൾ കേരളത്തിൽ തന്നെ സിനിമ ഒരു വൻ ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഡീറ്റെയിൽ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 13.55 കോടി ഗ്രോസ് വന്ന സിനിമ 1.45 കോടി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കളക്ഷൻ നേടിയെടുത്തത്. അങ്ങനെ ഇന്ത്യയിൽ മാത്രം 15 കോടി സിനിമ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരുന്നു. ഓവർസീസിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് 10.20 കോടി ഗ്രോസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ 25.20 കോടി രൂപയാണ് ബസൂക്കയുടെ വേൾഡ് വൈഡ് ഫൈനൽ ഗ്രോസ് കളക്ഷൻ. സിനിമയുടെ വെർഡിക്റ്റ് ഡിസാസ്റ്റർ ആണ്. ദുരന്ത സിനിമയായിട്ട് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയും മാറിയിരിക്കുന്നു. 2023 ക്രിസ്റ്റഫറിന് ശേഷം മമ്മൂട്ടി നായകനെ എത്തിയ സിനിമകളിലെ ക്ലീൻ ഡിസാസ്റ്ററായി മാറുന്ന അടുത്ത മമ്മൂട്ടി സിനിമ കൂടിയായിട്ടാണ് ബസൂക്ക മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ ഏജന്റ്, യാത്ര 2 തുടങ്ങിയ മമ്മൂട്ടി അഭിനയിച്ച സിനിമകളും അതോടൊപ്പം തന്നെ ചറപറ ഒരുപാട് റീ റിലീസുകൾ, 5-6 റീ റിലീസുകൾ നമ്മുടെ മമ്മൂട്ടി ചേട്ടനുണ്ടല്ലോ, അതെല്ലാം തന്നെ ഡിസാസ്റ്റർ ആണ്. അപ്പോൾ ഡിസാസ്റ്ററുകൾക്കിടയിൽ ഒരു ഡിസാസ്റ്റർ ആയിട്ട് ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി സിനിമയുടെ OTT അവകാശങ്ങൾ ആരെങ്കിലും സ്വന്തമാക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ അടുത്ത ബസൂക്ക റിപ്പോർട്ടുകൾക്ക്.